ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. മലയാളത്തിലെ കഴിഞ്ഞ വർഷത്തിലെ 100 കോടി സിനിമകളിൽ ഒന്നായ മാർക്കോ എന്ന ഉണ്ണിമുകുന്ദൻ സിനിമയുടെ തുടർഭാഗങ്ങൾ കാണുവാനായിട്ട് ഒരുപാട് പ്രേക്ഷകരാണല്ലോ കാത്തിരിക്കുന്നത്. എന്നാൽ സമീപകാലത്ത് ഒരു വൈകാരിക നിമിഷത്തിൽ ഉണ്ണിമുകുന്ദൻ തന്നെ സിനിമയുടെ തുടർഭാഗങ്ങൾ ഉണ്ടാകില്ല എന്ന് കൺഫേം ചെയ്തിരുന്നു. എന്നാൽ രണ്ടാം ഭാഗത്തിന്റെ ചർച്ചകൾ അവസാനിച്ചിട്ടില്ല എന്ന് സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസ് അടുത്തിടെ അറിയിച്ചിരിക്കുകയാണ്. അൺഒഫീഷ്യൽ റിപ്പോർട്ടുകൾ പ്രകാരം ഇനി ഉണ്ണിമുകുന്ദൻ തുടർഭാഗങ്ങളിൽ നായകനായി എത്തില്ലെങ്കിൽ തന്നെ അന്യഭാഷയിൽ നിന്നും ഹീറോസിനെ കൊണ്ടുവന്ന മാർക്കോ സീരീസിൽ തുടർന്നും അഭിനയിപ്പിക്കും തുടങ്ങിയ റൂമേഴ്സ് വരുന്നുണ്ട്. പറക്കും പപ്പൻ ഒരുപാട് വർഷങ്ങളായിട്ട് നാം കേട്ടുകൊണ്ടിരിക്കുന്ന മലയാളം സൂപ്പർ ഹീറോ ദിലീപ് സിനിമയാണല്ലോ. വിയാൻ വിഷ്ണു സംവിധാനം ചെയ്യുന്ന സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ഒരുപാട് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അത് പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. പൂജ ഉടനെ നടക്കും. അതോടൊപ്പം തന്നെ ഷൂട്ടിംഗ് ഈ വർഷം അവസാനത്തോടെ പ്രതീക്ഷിക്കാൻ തുടങ്ങിയ അപ്ഡേറ്റുകളാണ് ഏറ്റവും അവസാനം വന്നിരിക്കുന്നത്. തുടർന്ന സിനിമകളെല്ലാം തന്നെ പ്രതീക്ഷയ്ക്ക് വകയുള്ള സിനിമകളാക്കി മാറ്റുന്ന പ്രണവ് മോഹൻലാലിന്റെ ലൈനപ്പിലേക്ക് ഒരു സിനിമ കൂടി ചേരാൻ സാധ്യത. അത് അഭിനവ് സുന്ദർ നായക്, മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ്, മോളിവുഡ് ടൈംസ് തുടങ്ങിയ സിനിമകൾക്ക് ശേഷം സംവിധാനം ചെയ്യുന്ന സിനിമയായിരിക്കുമെന്നൊരു റിപ്പോർട്ടുണ്ട്. സിനിമ ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ജൂലൈ 18-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന പുതിയ മലയാളം സിനിമയാണ് രവീന്ദ്ര നീ എവിടെയാ. അനൂപ് മേനോൻ, ഷീലു അബ്രഹാം, ധ്യാൻ ശ്രീനിവാസൻ, സിദ്ദിഖ് തുടങ്ങിയവരൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നു. നിവിൻ പോളിയുടെ പുതിയ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് വന്നിരിക്കുന്നു. സർവം മായ എന്ന് തന്നെയാണ് സിനിമയുടെ പേര്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പേര് പ്രേക്ഷകരെ അറിയിച്ചതാണ്. അഖിൽ സത്യന്റെ സംവിധാനത്തിൽ നിവിൻ പോളി നായകനെത്തുന്ന സിനിമ ഒരു ഗോസ്റ്റ് കോമഡി എന്റർടൈനർ വിഭാഗത്തിൽ പെടുന്ന സിനിമയാണ്. നിവിൻ പോളി, പ്രീതി മുകുന്ദൻ, അജു വർഗീസ്, അൽത്തഫ് സലീം തുടങ്ങിയവരൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നു. സിനിമ ഡിസംബർ 19-ന് ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് കൂടി ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയുടെ കൂടുതൽ വാർത്തകൾക്ക് പ്രേക്ഷകർ കാത്തിരിക്കൂ. അടുത്ത ഇന്ത്യയിലെ വൻ സൗത്ത് ഇന്ത്യൻ സിനിമയാണല്ലോ കൂലി. രജനികാന്ത് നായകനെത്തുന്ന സിനിമ അടുത്ത മാസം ഓഗസ്റ്റ് 14-ന് തിയേറ്ററുകളിലേക്ക് എത്തുന്നു. സിനിമയുടെ കേരള റൈറ്റ്സ് ഇനിയും പൂർണ്ണമായിട്ടും വിറ്റഴിച്ചിട്ടില്ല. ഈ മാസം തന്നെ ഡീല് നടക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. നേരത്തെ ഒരു ഘട്ടത്തിൽ 20 കോടി രൂപ വരെ സിനിമയുടെ നിർമ്മാതാക്കൾ കേരളത്തിലെ വിതരണക്കാരോട് ആവശ്യപ്പെടുന്നു എന്നൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ആ ആസ്കിംഗ് പ്രൈസ് കുറച്ചിരിക്കുന്നു. 16-17 കോടി റേഞ്ചിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഈ തുകയിൽ നിർമ്മാതാക്കൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ആ തുകയ്ക്ക് നിലവിൽ ഗോകുല മൂവീസ് മാത്രമേ സിനിമ കേരളത്തിൽ എടുക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ലോകേഷ് സിനിമയുടെ കൂടുതൽ വാർത്തകൾക്ക് പ്രേക്ഷകർ കാത്തിരിക്കൂ. മോളിവുഡിലെ മൾട്ടി സ്റ്റാർ സിനിമ പേട്രിയറ്റിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. അത് പ്രകാരം മഹേഷ് നാരായണന്റെ MMN എന്ന സിനിമയിലേക്ക് അങ്ങനെ മെഗാസ്റ്റാർ ജോയിൻ ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. ഈ ജൂലൈയിൽ കുറച്ച് ദിവസത്തെ ഷൂട്ടുണ്ട് എന്നും അതിനുശേഷം സെപ്റ്റംബറിലായിരിക്കും മമ്മൂട്ടിയുടെ സിനിമയിലെ ഭൂരിഭാഗം രംഗങ്ങളുടെ ചിത്രീകരണം ആരംഭിക്കുക എന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. കാത്തിരിക്കും സിനിമയുടെ കൂടുതൽ വാർത്തകൾക്ക്.